ഒരു യുവ ഇടയൻ തൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഉണ്ടാവുകയില്ല എന്ന് കരുതി ജീവിച്ചു പോന്നു. ഒരു രാത്രിയിൽ തൻ്റെ ആടുകളെ ആലയിൽ ശേഖരിച്ചിട്ട് ദൂരെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആകാശത്തിൽ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ വളരെ മനോഹരമായ ഒരു നക്ഷത്രത്തെ ഈ ഇടയൻ കണ്ടെത്തുകയാണ്. ആ നക്ഷത്രം നീങ്ങുന്ന വഴിയിലൂടെ ഈ ഇടയനും സഞ്ചരിച്ചു. ഇടയൻ വളരെ പാവപ്പെട്ട ഒരു ശാലയിൽ എത്തുകയാണ്. അവിടെ കച്ചയിൽ പൊതിഞ്ഞ തേജസ്സുള്ള ദിവ്യ ഉണ്ണിയെ കണ്ടെത്തുകയാണ്. ഇടയൻ പറഞ്ഞു, ഞാൻ നിനക്കായി ഒന്നും കൊണ്ടുവന്നില്ല, പക്ഷേ നീ എനിക്കെല്ലാം നൽകി എന്ന്. ക്രിസ്തുമസ് പ്രത്യാശയുടെ ഒരു പുലർവെട്ടമാണ്. 2025 പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ സഭാമക്കളെ വിശേഷിപ്പിച്ചുകൊണ്ട് ജൂബിലി വർഷം ആരംഭിച്ചു. സഭയിലുള്ള എല്ലാ മക്കളും പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. എന്താണ് പ്രത്യാശ? ക്രിസ്മസ് രാത്രിയിൽ ക്രിസ്തുനാഥൻ ജനിക്കുന്നതിന് മുൻപ് യൗസേപ്പ് പിതാവിനും മറിയത്തിനും ഒരു ശൂന്യത ഉണ്ടായിരുന്നു. വീടില്ല. ഉദരത്തിലുള്ള ശിശുവിനെ വഹിച്ചുകൊണ്ട് അലയുവാനായിട്ട് വിധിക്കപ്പെട്ട രാത്രി. പക്ഷേ ഇവർ രണ്ടുപേരും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചു. ആ ശൂന്യതയിലേക്കാണ് ദൈവം ഇറങ്ങി വന്നത്. മനുഷ്യന്റെ ശൂന്യതയും ദൈവത്തിന്റെ സമൃദ്ധിയും കണ്ടുമുട്ടുന്നതാണ് പ്രത്യാശ. പ്രത്യാശ ഒരു ആത്മീയ ശക്തിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ ആത്മീയതയെ ഒഴിഞ്ഞ കരങ്ങളോട് അനുരൂപപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പിഴവുകൾ, പോരായ്മകൾ ഇതെല്ലാം നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ആ കുറവുകൾ നിറവുകളായിട്ട് മാറുന്നു. ആ ശൂന്യത സമൃദ്ധിയായിട്ട് മാറുന്നു. ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നാണ് പറയുക. ദ ഗോഡ് ഓഫ് സർപ്രൈസസ്. ദൈവം നമ്മെ ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് നിരവധിയായ അത്ഭുതങ്ങൾ നൽകുന്നു എന്നാണ് പറയുക. നമ്മുടെ മുൻപിൽ ഒരു വൻ മതിലാണെങ്കിൽ ആ മതിലിലെ ഉള്ളിൽ കൂടെ ദൈവം ഒരു വാതിൽ നമുക്കായി നൽകുന്നു. ഇതൊരു ആന്തരിക ബലമാണ്. എല്ലാ ശൂന്യതയിലും ദൈവം നമുക്കായി ഒരു അത്ഭുതം നമുക്കായി കണ്ടെത്തിയിരിക്കുന്നു. നമുക്കായി ഒരു അത്ഭുതം ദൈവം നമുക്ക് കണ്ടെത്തി നൽകുന്നു. ഓരോ ജീവിത കോണിലും ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മറഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയം അടച്ചിടാതിരിക്കാം. ഹൃദയത്തിന്റെ വാതായനങ്ങൾ തുറന്നിടാം. ദൈവം നമ്മുടെ ശൂന്യതയെ ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ.